എനിക്ക് സെക്ഷൽ കേപ്പബിലിറ്റി ഉണ്ടോ അത് ഇവിടെ ചോദിച്ചതേ അറിയുള്ളൂ. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് അങ്ങനെ ആവുന്നുണ്ടോ ഇങ്ങനെ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? ഇവർക്കൊക്കെ പ്രാർത്ഥന എന്നല്ലേ ഞാൻ പറയും. സെക്ഷൽ ഇൻകേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കൂടെ കടന്നവരായിരിക്കും. എസ്പെഷ്യലി ആണുങ്ങൾ അങ്ങനെ കമന്റ് അടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഗേ അല്ല. ചിലപ്പോൾ ബ്ലൗസ് ഓക്കെ ആയിരിക്കില്ല, നമ്മൾ ഓക്കെ ഒന്ന് വലിച്ചിട്ടു, അതിലിപ്പോ എന്താ ഇപ്പൊ തെറ്റില്ല? അവിടെ ഇവിടെയും ചൊറിച്ചലാണ്, മറ്റേതാണ് മറിച്ചേതാണ്, അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ചൊറിയാത്തത് ഒക്കെ ചോദിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. നമുക്ക് കാണുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ തറയായിട്ട് സംസാരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ആരും അറിയാതെ ഒളിസേവ നടത്തി രാത്രി ഒരാളുടെ വീട്ടിൽ കയറി പോവാണ് വേണ്ടത്? അല്ല. അപ്പൊ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് വീട്ടിൽ കൊണ്ടുവരല്ലേ വേണ്ടത്? അത്രയല്ലേ ഞാൻ ചെയ്തോളൂ. രേഖക്ക് എന്താ ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല. ഇനി അവരെ ഉദ്ദേശിച്ച ആരെങ്കിലും ആണോ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും ഞങ്ങൾ ചൊറിയുന്നതിന് ഒരു 10 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചൊറിയാതിരിക്കും. ഇത് കൊള്ളാലോ പരിപാടി. അത് മനസ്സിലാക്കിക്കൊണ്ട് ചില ചാനലുകൾ അങ്ങനെ മാത്രം ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈക്സ് കിട്ടും, പൈസ കിട്ടും. അതായത് കണ്ടവന്റെ എച്ചിൽ നക്കി ജീവിക്കേണ്ട ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ പൈസയ്ക്ക് വേണ്ടി ആരെയും വിൽക്കും, സ്വന്തം അമ്മയും ചേച്ചിയും പോലും വിൽക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അതും വീഡിയോ എടുത്ത് ഇവരിടും. കല്യാണത്തിന് മുന്നേ ഫുൾ ടൈം ഞാൻ പുള്ളിക്കാരുടെ വീട്ടിനകത്തായിരുന്നു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞ കഥയൊക്കെ പരത്താൻ നോക്കിയത്. ഇപ്പോഴേ എനിക്ക് വീട്ടിൽ പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പറയും, അതേ നോക്കണോ കിളവന്റെ കണ്ണ്, കിളവന്റെ കണ്ണ്. എന്റെ ലാംഗ്വേജ് അത്ര നല്ലതൊന്നും അല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കല്യാണം കഴിച്ച ശേഷം വൈറലായ സോഷ്യൽ മീഡിയ കപ്പിളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ക്രിസ്ത്യേട്ടനും ദിവ്യ ചേച്ചിയും. എനിക്ക് ദിവ്യ ചേച്ചിനെ കാണുമ്പോൾ ഒരു 10 വർഷം മുൻപത്തെ എൻ്റെ അമ്മേനെ പോലെയാണ് ഓർമ്മ വരിക. അമ്മ അല്ല, ശരിക്കും ഞാൻ സീരിയസ്ലി പറഞ്ഞതാ. അമ്മ ഇതുപോലെ സ്പെക്സ് ഒക്കെ വെച്ച് ആ ഒരു സമയത്ത് ഇതേ ലുക്കാണ് കാണുക. ഇപ്പൊ കുറച്ച് ഏജ് കൂടുതലായി. അപ്പൊ ദിവ്യ ചേച്ചീനെ ഈ ആൾക്കാർ ട്രോളുമ്പോ ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമാവാറുണ്ട്. എനിക്ക് ആ ഒരു ഫേസിന്റെ ഒരു റിസംബ്ലൻസ് ആണ് അതിപ്പോ കണ്ടപ്പോഴും എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വരുമ്പോഴേ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാധാരണ ഒരു മനുഷ്യരാണ്. നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ് അതും ഓക്കെ, പക്ഷെ സെലിബ്രിറ്റീസ് മനുഷ്യരൊക്കെ അല്ലേ? എന്താ തോന്നാറ് ഈ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ? എനിക്ക് ഞാനത് എത്ര ഇനി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും അത് ഇനി അങ്ങനെ ചെയ്യില്ല പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമം. ഞാൻ എന്താ എൻ്റെ ഇത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മനസ്സൊന്നുമല്ല. എനിക്ക് സ്വാഭാവികമായിട്ടും, ഞാൻ മനുഷ്യനാണ്, എനിക്ക് എന്താ ഉരുകുന്ന മനസ്സ് തന്നെയാണ്, എനിക്ക് സ്വാഭാവികമായിട്ടും വരും. അതില്ല എന്നൊന്നുമല്ല. ഇപ്പോഴും എന്നെ എന്താണ് അറിയില്ല, ഞാൻ ഇപ്പോഴും നല്ല ഡ്രസ്സിങ് തന്നെയാണ് പോകുന്നത്. ഒരു ശരീരഭാഗം കാണിച്ചിട്ടല്ല പോകുന്നത്. ഈ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുക്കുന്നത് 3x അതൊക്കെ എടുത്തിട്ട് എന്താണ് അത്രയും മോശം രീതിയിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോലും അറിയുന്നില്ല, എടുക്കുന്ന രീതി നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ ഞാൻ ഈ കമന്റ് ഇടുന്നവര് അവരുടെ ബ്ലൗസ് ശരിയാക്കുന്നുണ്ടാവൂലേ, സാരി ശരിയാക്കുന്നുണ്ടാവൂലേ, അതുപോലെ ഞാനും എൻ്റെ ബ്ലൗസിൽ ഇപ്പം എല്ലാം കംഫർട്ടായിട്ട് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ചിലപ്പം ബ്ലൗസ് ഓക്കെ ആയിരിക്കില്ല, തയ്ച്ചത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് വലിച്ചിടുമ്പോൾ ഇത് ക്യാമറ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ വരുന്ന പ്രശ്നമാണിത്. നമ്മൾ ഓക്കെ ഒന്ന് വലിച്ചിട്ടു, അതിലിപ്പോ എന്താ ഇപ്പൊ തെറ്റില്ലേ? എന്താ തെറ്റില്ലേ? അപ്പൊ അവർക്ക് അവിടെ ഇവിടെയും ചൊറിച്ചലാണ്, മറ്റേതാണ് മറിച്ചേതാണ്, അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ചൊറിയാത്തത് ഒക്കെ ചോദിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഒരു രേഖ, ഒരു അന്ന തോമസ് വയസ്സായി, ഇപ്പൊ പറയച്ച കുഴിയിലേക്ക് കാല് വെക്കാനായി, എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗം എന്ന് പറയില്ലേ, നിങ്ങൾക്ക് കണ്ടാ അറിയാം അവർ വിടുന്ന കമന്റ്സുകൾ. എന്താ എനിക്കറിയില്ല. എനിക്ക് കെട്ടിച്ചു വിടാൻ പ്രായമുള്ള മോളുണ്ട്, അടങ്ങി ഒതുങ്ങി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കാണുന്നല്ലേ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നോർമലി ഞാൻ ചിലപ്പോൾ നടക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ വീഡിയോ, അത് സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്നതിൽ ഞാൻ എടുക്കുന്നില്ലൂ. അല്ല മറ്റുള്ളവരാരും എടുക്കുന്ന രീതിയിലല്ല ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എന്നിട്ടും തെറിയ. അന്ന തോമസിന് എന്താണ് ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല, രേഖക്ക് എന്താ ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല. ഇനി അവരെ ഉദ്ദേശിച്ച ആരെങ്കിലും ആണോ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല, അവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. സത്യം ഞാനാണ് ഇപ്പൊ ഇഷ്യൂ, അവരുടെ പ്രശ്നം ഞാനാണ്, ഏട്ടനല്ല പറയുന്നത്. പിന്നെ ഒരു വത്സല എന്ന് പറയുന്ന ലേഡി വന്നിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞു, പത്രമായിട്ട് അഭിനയിച്ചപ്പോൾ ക്രിസ്റ്റിനോട് കുറച്ച് ബഹുമാനവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ എന്നാൽ ഇവളെ പോലത്തെ ഒന്നിനെ കെട്ടിയ പിന്നെ അതും ഇല്ലാണ്ടായി. എന്താ എനിക്കറിയില്ല. ഇപ്പൊ ക്രിസ്റ്റിന് അപ്പോൾ
അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന. അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ സംഭവം. ചോക്ലേറ്റ് ഹീറോ ആയിരിക്കും. അല്ല, മനസ്സിലാവുന്നില്ല. എന്നെ അങ്ങനെ ആരും അപ്രോച്ച് ചെയ്യുകയോ അങ്ങനെ ആരും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും ആരെയും അങ്ങനെ അപ്രോച്ച് ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് അല്ല, അതിപ്പോ ഞാനാണെന്ന് അറിഞ്ഞത് പോലും കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ്. അതേ കല്യാണത്തിന്റെ സമയത്താണ് കുറച്ചുകൂടി ഇപ്പൊ ദിവ്യ ശ്രീധർ ആയാലും ക്രിസ് വേണുഗോപാൽ ആയാലും നോർമലി ഈ ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് രണ്ടുപേരും അറിയാം. പക്ഷെ കുറച്ചുകൂടി സാധാരണ ആളുകളിലേക്ക് എത്തിയത് ഈ ഒരു കല്യാണത്തിന്റെ ഒരു വൈറൽ വീഡിയോക്ക് ശേഷം തന്നെയാണ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഡ്രസ്സ് ശരിയാക്കുമ്പോ നമ്മൾ നോർമലി ഒന്നും എവിടെയും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ചേട്ടന് തോന്നാറില്ല, ഇപ്പൊ നമ്മളെ അമ്മയായാലും സിസ്റ്റർ ആയാലും ഇതുപോലെ ഡ്രസ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അതൊന്ന് മാറ്റി നിർത്തി ശരിയാക്കുക, ആ രീതിയിലല്ലേ പറയാ. ഈ ചാനലുകാർ ഇതുപോലെ ഈ ശരീരഭാഗങ്ങൾ മാത്രം പ്രദർശിപ്പിച്ച് അതിനൊരു ചൂഷണം ചെയ്യുന്നില്ല. ഒരു മീഡിയ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താ നോക്കിക്കാണുന്നത്? സ്പെസിഫിക്കലി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുറെ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോൾ പുറം നാട്ടിലായിരിക്കാം, ഇവിടെ ആയിരിക്കാം, പെണ്ണ് കെട്ടാത്ത ആൾക്കാരായിരിക്കാം, കെട്ടാത്ത ആളായിരിക്കാം, കെട്ടിയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ അവർക്ക് സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അവർക്ക് ഉപയോഗിക്കാവുന്ന വെറും ഒരു ടോയിനെ പോലെയാണ് തോന്നുന്നത്. ഞങ്ങൾ മനുഷ്യരാണെന്നുള്ളതാണ് അവർ കാണുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചില ചാനലുകൾ അങ്ങനെ മാത്രം ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈക്സ് കിട്ടും, പൈസ കിട്ടും. അതായത് കണ്ടവന്റെ എച്ചിൽ നക്കി ജീവിക്കേണ്ട ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല നല്ല ചാനൽസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ എത്രയോ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന നല്ല നല്ല ചാനൽസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഫംഗ്ഷന് പോയ അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ചാണ് പറഞ്ഞത്. പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, അവർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ. പക്ഷെ അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സൗകര്യമില്ല, എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് പറയുന്ന ഈ പൈസയ്ക്ക് വേണ്ടി ആരെയും വിൽക്കും. സ്വന്തം അമ്മയും ചേച്ചിയും പോലും വിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അവരങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും വീഡിയോ എടുത്ത് ഇവരിടും. പറയാൻ പറ്റില്ല, സൂക്ഷിക്കണം. പിന്നെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ ഒരു നല്ലൊരു കുടുംബവും ഇല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് മേ ബി ഹസ്ബൻഡ് മോശമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആഗ്രഹിച്ച പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കാം കാരണം. ആസ് എ മീഡിയ പേഴ്സൺ, മീഡിയ സൈക്കോളജിയിൽ പല ആൾക്കാരും മീഡിയയിൽ വരുന്നത് ഒന്നിൽ അവരുടെ പേര് സംസാരിക്കപ്പെടണം. ഇപ്പൊ ഞങ്ങൾ 10 പ്രാവശ്യം അന്ന തോമസ് അവർ വല്ല ഹാപ്പി ആവും. ചീത്തയാണെങ്കിലും അവരുടെ പേര് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ സുകുമാരക്കുറുപ്പിന് ഒത്തിരി സന്തോഷമാണ്. കാരണം കുറേ ആൾക്കാർ സുകുമാരക്കുറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ ഒരു വൃത്തികെട്ടൊരു ചിന്താഗതി, കുപ്രസിദ്ധിയല്ല, അവർക്ക് പ്രസിദ്ധിയാണ് വേണ്ടത്. അപ്പൊ ഞങ്ങൾ 10 പ്രാവശ്യം ആ പേര് പറയുമ്പോൾ അവർ ഹാപ്പിയാണ്. ഇപ്പൊ അന്ന തോമസ് എന്തോ വലിയ സംഭവമായി. നമ്മളിപ്പോ നല്ല മാങ്ങയുള്ളൊരു മാവിൽ കല്ലെറിഞ്ഞാലേ മാങ്ങ കിട്ടുള്ളൂ. മാങ്ങയെ ഇല്ലാത്തൊരു മാവിൽ നോക്കി ആരും കല്ലെറിയില്ല. എന്തോ പോപ്പുലാരിറ്റി കിട്ടുന്ന ചില ആൾക്കാർ അവർ പോസ്റ്റ് ചെയ്തിട്ട് ആരും ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ പോലും ഇതൊക്കെ ആരെയും ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സ്വന്തം പടത്തിന് പോലും ഒരു ലൈക്ക് കിട്ടാത്ത ആൾക്കാർ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾ ചൊറിയുന്നതിന് ഒരു 10 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചൊറിയാതിരിക്കും. ഇത് കൊള്ളാലോ പരിപാടി. അപ്പൊ അവിടെ ഇട്ടൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കിട്ടും ആ പോപ്പുലാരിറ്റി. അത്തരമൊരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അത്രയേ ഉള്ളൂ. അവർക്കൊക്കെ അസുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗെറ്റ് വെൽ സൂൺ. ഞാനിത് എഫക്റ്റഡ് ആവാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ പുറകെ പോകാനാണെന്നുണ്ടെങ്കിൽ അതിനെ സമയം. ഇതിൽ പല ആൾക്കാർക്കും എൻ്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് വലിയ വത്സല പ്രത്യേകിച്ച് വിളിക്കുക. അപ്പൊ അവർക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും കൺസേൺ എന്ന് പറഞ്ഞാല് എനിക്ക് സെക്ഷൽ കേപ്പബിലിറ്റി ഉണ്ടോ, അതിവിടെ ചോദിച്ചതേ അറിയുള്ളൂ. അവർക്കറിയില്ല, കാരണം എൻ്റെ പാർട്ട്ണറാണ്. അപ്പൊ ഷീ വിൽ നോ. അപ്പൊ പുള്ളിക്കാരി നാളെ കമന്റ് ഇടുകയാണ്, ഇവൻ കൊള്ളില്ല, ഇവനെ കൊണ്ട് ഒരു കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി കൺസേൺ. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് അങ്ങനെ ആവുന്നുണ്ടോ ഇങ്ങനെ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? ഇവർക്കൊക്കെ പ്രാന്തെന്നല്ലേ ഞാൻ പറയും. ഒരു പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കമന്റിങ്ങിനെ കുറിച്ചുള്ള, ഈ രോഗത്തിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കള് മെഴ്സിഡീസും ബുള്ളറ്റും അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർ കുരയ്ക്കും. കാരണം അവർക്ക് ഒരിക്കലും അതിനകത്ത് കയറാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ അവർ കുരയ്ക്കുന്നത് ഈ മേക്കിൽ പോകുന്ന ആളോ അല്ലെങ്കിൽ ബുള്ളറ്റിൽ പോകുന്ന ആളോ നോക്കാനും പോകുന്നില്ല, അവരെ പിടിച്ച് അതിനകത്ത് കയറ്റാനും പോകുന്നില്ല. എന്നാലും അവർ കുരയ്ക്കും. ഇതാണ് കമന്റിങ്ങിന്റെ രോഗം. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയി എന്ന് മാത്രം. ഇപ്പൊ ബൈക്കിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ശബ്ദമെങ്കിലും കേട്ടെന്നിരിക്കും. അതിപ്പോ ചിലപ്പോൾ ചില സമയത്ത് കുഞ്ഞുമൊക്കെ അങ്ങനെയാണ്, അത് കേൾക്കും, റെസ്പോണ്ട് ചെയ്യും, ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആട്ടാട്ട്. പക്ഷെ ഇത് എല്ലാ ആൾക്കാരെയും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ പാവം തെരുവ് നായ്ക്കൾ കുറച്ച് ചോറ് വാങ്ങിച്ചു കൊടുക്കണം.
അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. തെരുവുനായ്ക്കൾ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചൊറി പിടിച്ച് നടക്കുന്ന അസുഖമുള്ള നമ്മുടെ മലയാള സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇത്രത്തോളം അതപ്പതിച്ചു എന്ന് പ്രൂവ് ചെയ്യുന്ന, നമ്മൾ പ്രബുദ്ധരല്ല, സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് കൊള്ളാം. മറ്റു നാട്ടുകാരൊന്ന് വായിച്ചിട്ട് മറ്റു നാട്ടിൽ ഇങ്ങനെ എഴുതുന്നില്ല. നമ്മള് സോഷ്യൽ മീഡിയസിലാണ് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ അപ്പൊ കമന്റ്സ്. അതില് കഷ്ടപ്പെട്ട് ചില ആൾക്കാർ തമിഴിലൊക്കെ എഴുതുന്നുണ്ട്. ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം, ഞാൻ വായിച്ചു. നാണം കെട്ടവനെ മാനം കെട്ടവനെ അങ്ങനെയൊക്കെയാണ് അവർ എഴുതുന്നത്. എഴുതിക്കോളൂ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു മാവിൻ്റെ അവിടെ പോയി തെങ്ങ് 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 എന്ന് 10 പ്രാവശ്യം വിളിക്കും. അതിൽ തേങ്ങയൊന്നും ഉണ്ടാവാൻ പോണില്ല, അത് മാവായിട്ട് തന്നെ ഇരിക്കും. അപ്പം അതുപോലെ എന്നെ 10 പ്രാവശ്യം എനിക്ക് അങ്ങനെ ആവില്ല, എനിക്ക് ഇങ്ങനെ ആവില്ല, ഞാൻ മുതുക്കനാണ്, നീ കളവനാണ്, എത്ര പറഞ്ഞാലും ഓരോ വർഷം കഴിയുമ്പോഴേ എനിക്ക് പ്രായം കൂടുള്ളൂ. എനിക്കിപ്പോൾ 49, ഈ വർഷം അല്ലാണ്ട് ക്രിസ്ത്യാനിന് മാത്രം ഒരു മാസത്തിൽ 10 വയസ്സ് കൂടുന്നില്ലല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ആൾക്കാരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം ഇത്രത്തോളം വിവരമില്ലാത്തൊരു സ്വഭാവം. ദാറ്റ്സ് ഓക്കെ. ശരിക്കും നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞാൻ 49 ആണ്, ഷീസ് 40. ആ, ഇത് നമ്മളെ മറ്റേ നെസ്രി ഫാസിലൊക്കെ പറയുമ്പോ അവര് തമ്മിൽ കൊറേ ഏജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയൊന്നും പറയരുത്, അവർക്ക് മുടി അത് പറയരുത്, ഒരിക്കലും പറയരുത്. താടിയില്ല. മുടി അല്ല, ഞാൻ പറയുന്നത് അവര് രണ്ടുപേരും തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് കപ്പിൾസിനെ നോക്കുകയാണെങ്കിൽ ഈ ലേഡീസ് കുറച്ചുകൂടി ഏജ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ ധനുഷിന്റെയും ഐശ്വര്യന്റെ ഒക്കെ അവർ ഡിവോഴ്സ്ഡ് ആയി. പക്ഷെ മുന്നേ അങ്ങനെയൊക്കെയാണ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പറയാം. അപ്പൊ നിങ്ങൾ തമ്മിൽ ആകെ ഇത്ര ഏജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. പ്രശ്നമുള്ളത് അവരോട് പറയും. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ഒരു മാരേജിന്റെ സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് ഈ ഡിവോഴ്സ് ആയതിനു ശേഷം വീണ്ടും ഒരു സെക്കൻഡ് ചാൻസസ് എവിടെയാ ഇല്ലാത്ത? ലീഗലി ആർക്കും സെപ്പറേറ്റഡ് ആയിട്ട് സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്ന ആർക്കും കല്യാണം കഴിക്കാവുന്ന ലോ. പക്ഷേ ഈ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഒരു പുതിയ ലൈഫ് ചൂസ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ ഉണ്ടാവും. ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ആരും അറിയാതെ ഒളിസേവ നടത്തി രാത്രി ഒരാളുടെ വീട്ടിൽ കയറി പോവാണ് വേണ്ടത്? അല്ല 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 അല്ല. അപ്പൊ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് വീട്ടിൽ കൊണ്ടുവരല്ലേ വേണ്ടത്? അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അങ്ങനത്തെ ഒരു ഗുഡ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അത് ഗുഡാണെന്ന് അവർക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പോളിസേവയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അവരുടെ ലേഡി പാർട്ട്നേഴ്സ് മേ ബി പറയുന്നുണ്ടാവും, എന്നെ കല്യാണം കഴിക്കുന്നത് ആ കളവൻ കല്യാണം കഴിച്ച കണ്ടില്ലേ, ആ മുതുക്കനെ പോലെ നീയും കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഷ്ടമല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ. അല്ലല്ല, ഐ എം സേയിങ് ദാറ്റ്സ് എ പോസിബിലിറ്റി. അതെ അതെ അതെ. അപ്പൊ മേ ബി അവർക്ക് അങ്ങനെയുള്ള ചാൻസ് പോയതിൻ്റെയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുമോളുടെ ഇതിലേക്ക് ഇങ്ങനെ ചീത്ത കമന്റ് എഴുതുന്ന ആൾക്കാർ ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ 2-3 ഫോളോവേഴ്സിനെ തട്ടിക്കൂട്ടി ഫേക്ക് ഐഡിയ ഉണ്ടാക്കി അങ്ങനെ ഒരു കള്ള പടം വെച്ചിട്ട് വിജയിന്റെയും ഫഹദ് ഫാസിലിന്റെ ഒക്കെ പടം വെച്ചിട്ട് അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് വന്ന് കമന്റ് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല, കണ്ടറിയാൻ ഫേക്ക് ഐഡിയ ആണ്. എന്നിട്ട് അങ്ങനെ വന്നിട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് പറഞ്ഞാലാണോ കുഞ്ഞുമോക്ക് വിഷമാവുന്നത് അത് മാത്രം പറഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ ഇത് രോഗമൊന്നുമല്ല, ഇതാരോ പറഞ്ഞ് ജയിപ്പിക്കുന്നത്, ആരാണെന്നും എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. ഈ ഞാൻ സാറിനെ ഇന്റർവ്യൂവിന് വിളിച്ചു, നിങ്ങൾ രണ്ടുപേരുടെ ഇന്റർവ്യൂവിന് കിട്ടും. അപ്പം എടുത്താൽ ഞാൻ അവൈലബിൾ ആണ്, കുഞ്ഞുമോള് എന്തോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരും. അപ്പം ഞാൻ കുഞ്ഞുമോളോ അങ്ങനെ വിചാരിച്ചു. ഇത് പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണോ വിളിക്കല് അതോ മാരേജ് ഞങ്ങൾ അങ്ങനെ പ്രേമിച്ചിട്ടില്ല. ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച 2 ദിവസം, ഏപ്രിൽ 18, 19, 20 3 ദിവസമാണ് വർക്ക് ഉണ്ടായിരുന്നത്. അതിൽ 18ഉം 19ഉം എൻ്റെ അനിയത്തി അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. 20-ാം തീയതി ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോയി എന്നല്ലാതെ വേറെ അങ്ങനെ പരിചയം ഞങ്ങൾ അങ്ങനെ സാധാരണ ലൊക്കേഷനിൽ പോകുമ്പോൾ പോയി അഭിനയിച്ചു വന്നു, അത്രേ ഉള്ളൂ. സി പ്രൊവൈഡഡ് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിലും പുള്ളിക്കാരി AG's ഓഫീസിലും വർക്ക് ചെയ്യാമെന്നിരിക്കട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരു ഡെപ്യൂട്ടേഷന്റെ സമയത്ത് കണ്ടു, കല്യാണം കഴിച്ചു, ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ സീരിയലായി പോയി. എൻ്റെ വൺ ഓഫ് മൈ വർക്ക് സീരിയലായി പോയി. അതെന്താ തെറ്റ്? ഞാൻ സീരിയൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ചെയ്യുന്നത്, അത് സെറ്റിലും എല്ലാവർക്കും അറിയാം. ഈ ആക്ടർ, ഡോക്ടർ, അഡ്വക്കേറ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഒരു ഡിഗ്രി എടുക്കാതെ കുറെ കഷ്ടപ്പെട്ടു. എങ്ങനെയാണത്? ഇത്രയും ഒരു എഡ്യൂക്കേഷന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണല്ലേ, എങ്ങനെ നേടിയെടുത്തു ഇത്രയും ഡിഗ്രീസ്? നേടിയെടുക്കാന്ന് പറഞ്ഞാൽ വേറെ അതിന് കുറുക്ക് വഴിയൊന്നുമില്ല. അതായത് മറ്റേ കൽക്കട്ടയിൽ ഇന്നൊരു ഫോൺ നമ്പറിൽ വിളിച്ച് 500 രൂപ അയച്ച് ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഞാൻ പറയില്ല. കാരണം പഠിച്ചിട്ട് പരീക്ഷ എഴുതി തന്നെ എടുക്കണ്ടേ.
കളർ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിൽ പറയാനുള്ളൊരു കാര്യം, പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടാൻ വേണ്ടിയിട്ട് പഠിക്കരുത്. എനിക്ക് ഇമ്പ്രൂവ് ആവണം, എനിക്ക് എൻ്റെ ലൈഫ് നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ ഇനീഷ്യലി എൻജിനീയറിങ് കഴിഞ്ഞ സമയത്ത് എൻ്റെ എലക്റ്റീവ് സബ്ജക്റ്റ് എയർ പൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങി. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് വന്ന സമയത്ത് ഐ ഓൾസോ ഹാവ് എ PGDEPM, അതായത് പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ഇൻ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്, ചാർട്ടേഡ് എൻവയറമെന്റലിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയുമ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കണ്ടേ. അങ്ങനെ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഇരുന്ന് ഞാൻ പീപ്പിൾ സോഫ്റ്റും ഓറക്കിൾ VB പ്രോഗ്രാമിംഗും പഠിച്ച് വെബ് ഡിസൈനിങ്ങും അത് എൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് കാലം ഞാൻ വെച്ചു. പക്ഷെ അതല്ല എൻ്റെ പാഷൻ എന്നറിയുമ്പോൾ പിന്നെ ഞാൻ അത് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെയും ഫെർദർ സ്റ്റഡീസ് എന്നുള്ള ആ ഒരു എന്താണ് അടുത്തത് പഠിക്കേണ്ടത് എന്നുള്ളത് പിന്നെ വന്നത് മീഡിയയിൽ കുറച്ചു കാലം വർക്ക് ചെയ്ത ശേഷമാണ് ഞാൻ റീസ്റ്റാർട്ടഡ് മൈ സ്റ്റഡീസ്. അങ്ങനെ MSc അപ്ലൈഡ് സൈക്കോളജി അപ്ലൈ ചെയ്തു, അങ്ങനെ പഠിച്ചു, പാസ്സായി. അപ്പോൾ അതിലെന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹിപ്നോതെറാപ്പിയും ഇമോഷണൽ ഇൻ്റലിജൻസും NLPയും TA അതൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പം ഹിപ്നോതെറാപ്പിയാണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആന്റണി ആൻഡ് ഫ്രെഡി ജാക്വൻ്റെ അടുത്ത് പഠിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമ എൻ്റെ ആഗ്രഹമായത് കാരണം ഡിജിറ്റൽ ഫിൽം മേക്കിംഗ് പഠിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ആഗ്രഹം അനുസരിച്ച് പഠിച്ചു എന്നല്ലാതെ എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ സെറ്റിൽ ഞാൻ SSLC പാസ്സായ ഒരാളുടെ അത്രയും പോലും അവർ വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അവിടെ ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പോയിട്ട് വന്ന് പറയും. കാരണം അവിടെ ആര് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരാരെ എന്താ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറില്ല. ഞാൻ അവിടെ മുത്തശ്ശനാണ്, ആ ക്യാരക്ടറാണ് ഞാൻ, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ചേച്ചിക്ക് എങ്ങനെയാണ് വിദ്യ വളരെ സമ്പന്നനായിട്ടുള്ള? അല്ല, അവിടെയാണ് ഏറ്റവും വലിയൊരു പേടി ഉണ്ടാവും. നാട്ടുകാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ. അയാളുടെ അത്രയും ബുദ്ധിയില്ല. എനിക്ക് ബുദ്ധി സാമാന്യ ബുദ്ധിയുള്ളൂ. ഞാനൊരു ക്ലാസ് ടോപ്പറോ ഒന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പറഞ്ഞ് കുഞ്ഞുമോളുടെ മനസ്സിനകത്തേക്ക് കുഞ്ഞുമോൾക്ക് വിദ്യാഭ്യാസമില്ല, ഇവരുടെ ഈ അഭ്യാസവും വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരുപാട് പേര് കമന്റ്സിൽ പറയുന്നത് കേട്ടോ, അതായത് ചേച്ചി ഇങ്ങനെ നോർമലി നമ്മളെ കണ്ണൂർ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നു, ചേട്ടനാണെങ്കിൽ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇവര് തമ്മിൽ ഒത്തുപോകോ, ആ രീതിയിലൊക്കെയുള്ള കമന്റ്സ്. അല്ല, ഞാൻ തറയായിട്ട് സംസാരിക്കട്ടെ, മതിയോ? തിരുവനന്തപുരം അല്ല, കുഞ്ഞുമോള് സംസാരിക്കുന്ന കളി ചിരി കണ്ണൂരിന്റെ നല്ല ഭാഷയെക്കാളും മോശമായിട്ട് തിരുവനന്തപുരത്ത് ഒരു തറ ഭാഷയാണ്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലും ആർട്സ് കോളേജിലും അവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഞാൻ കുറേ കാലം പഠിച്ചത്. എന്തായാലും കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലാംഗ്വേജ് അത്ര നല്ലതൊന്നും അല്ല. ആർക്കാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഇഷ്ടം തോന്നുന്നത്? ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നിങ്ങൾ സീരിയൽ സെറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് കല്യാണം കഴിച്ചതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, അറേഞ്ച് മാരേജ് പോലെയായിരുന്നു. എൻ്റെ അനിയത്തി അറിയിച്ചു. എന്നാലും നമുക്ക് കാണുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ലേ, പുള്ളി കൊള്ളാം, ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ തോന്നി. എന്നെ കണ്ട് കൊള്ളാന്ന് പറയുന്ന ആൾക്കാരുടെ കണ്ണിന് എന്തോ തിമിരോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തിമിരുണ്ട്. അല്ല, നീ കൊള്ളാന്നല്ലോ പറയുന്നത്, നീ ഓക്കെ എന്നല്ലേ പറയുന്നത് കല്യാണത്തിന്. അപ്പൊ എനിക്ക് തിമിരുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനാണ് കണ്ണാടി വാങ്ങിച്ചത്. ചേച്ചിക്ക് തോന്നിയിരുന്നു ആദ്യം ഇഷ്ടം തോന്നിയിരുന്നോ? എനിക്ക് പേടിയായിരുന്നു, സംസാരിക്കാൻ പേടിയായിരുന്നു. ചേട്ടൻ എന്താ തോന്നിയത്? ഒരു ക്യൂട്ട് കുട്ടി, വേവ് കുറഞ്ഞൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അല്ല, സെറ്റിൽ വന്നപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ ആദ്യമായിട്ട് വന്ന. അപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ അന്ന് സംസാരിക്കൊന്നും ചെയ്യില്ല. ആദ്യത്തെ ദിവസം സംസാരിച്ചേയില്ല. ഞാൻ ഫ്രണ്ടിലിരിക്കായിരുന്നു, ഒരാളിങ്ങനെ തുറച്ചു നോക്കിയിട്ട് അങ്ങ് പോയി. ഇപ്പോഴും ആ തുറച്ചുകൊണ്ട് മാറിയിട്ടൊന്നുമില്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കിയിട്ടൊക്കെ പോകും. അത് എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് അതെന്താന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ അർത്ഥം ചിലപ്പോൾ കണ്ണൂരിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കുറച്ച് തുറച്ചുനോട്ട് കൂടുതലല്ലേ നമ്മൾ സംസാരിക്കുമ്പോ ഈ നെറ്റി ചൊളിക്കൂലേ, അതായിട്ടും പറയുന്നു. അത് പണ്ടേ ഉള്ളതാ, അതിന് മാറ്റാനും പറ്റില്ല. അത് ഞാൻ സംസാരിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് ഇവളെന്തോ ദേഷ്യം കൊണ്ട് നോക്കുന്നതാണ്, ഇവളെന്തോ ചിന്തിച്ച് കിടക്കും. അപ്പോ അങ്ങനെ ആദ്യത്തെ ദിവസം ഒന്ന് സംസാരിച്ചത്. പിന്നെ രണ്ടാമത്തെ ദിവസം കൈവേനുണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുക്കും. NLPയിൽ സ്വിച്ച് ഔട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അനിയത്തി ഇല്ലാത്തപ്പോൾ നോക്കിക്കോണേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. ഇത് ഒരിക്കൽ ഭോപ്പാൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ ഒരു അങ്കിൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചു മോനാണ്, ഒന്ന് നോക്കിക്കോണേന്ന്. എന്നെ ആഹാരം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു.
അങ്ങനെയില്ല, ഇതിപ്പോ നോക്കി അങ്ങനെയായിരുന്നു ചേച്ചി അല്ല അങ്ങനെയല്ല. ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തില്ല. ബാത്റൂമിൽ പോവാൻ പോലും വിടാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ അന്ന് സംസാരിച്ചു എന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അന്ന് സംസാരിച്ചെന്നാ ഇല്ല, ഒരു പാട്ട് പാടാൻ പറഞ്ഞു, പാട്ട് പാടി, അത്രേ ഉള്ളൂ. അപ്പൊ നേരത്തെ അറിയായിരുന്നോ പാട്ട് പാടുന്ന ആളാണ്? ഇല്ല, അവിടെ അന്ന് എന്തോ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എല്ലാരെ കൊണ്ടും പാട്ടൊക്കെ പാടിപ്പിച്ചായിരുന്നു. അപ്പൊ ഏട്ടൻ പാടുന്നത് ഞാൻ കേട്ടായിരുന്നു, അങ്ങനെ പാടിപ്പിച്ചു. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കാരും ഒരു ചിന്ത ഉണ്ടാവില്ലേ, നമുക്കൊരു സെക്കൻഡ് ഒരാള് വേണോ? അതായത് ഓൾറെഡി നമ്മൾ ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിച്ചു, ഇനിയിപ്പോ നമ്മള് ചിലർ വിചാരിക്കും ഇനിയിപ്പോ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, ഒറ്റയ്ക്ക് ജീവിക്കാം. അപ്പൊ പെട്ടെന്ന് ഇനി ഇപ്പൊ ക്രിസ്സേട്ടൻ ലൈഫിലേക്ക് വന്നു. ക്രിസ്സേട്ടൻ എന്നൊരു തീരുമാനം എപ്പോഴായിരുന്നു? ക്രിസ്സേട്ടൻ മതി എന്നുള്ളൊരു തീരുമാനം എപ്പോഴായിരുന്നു? ആ ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു കിട്ടിയത്? പുള്ളി എന്റെ ലൈഫിൽ വന്ന അടിപൊളിയായിരിക്കും, എന്റെ ജീവിതം കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന് അടിയാണോ പൊളിയാണോ? അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ മോശം. എങ്ങനെയായിരുന്നു ചേച്ചിക്കാര്? ചോദിച്ചാൽ ഉത്തരം എനിക്ക് പറയാൻ പറ്റൂല. ഇയാളാണ് എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു തീരുമാനം എപ്പോഴെടുത്തെ? ഹാപ്പി ആയിരിക്കും അതങ്ങനെ തീരുമാനം എങ്ങനെ എടുക്കല്? ഈ 4 പേരെ നിർത്തിയിട്ട് ഇതിൽ ആരെ വേണമെന്നൊന്നും ചോദിച്ചില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ അതെങ്ങനെ പറയാൻ പറ്റും? 4-5 പേര് നിർത്തിയിട്ട് ഇതിൽ ആരെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് മതി എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കുറെ നാള് കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ആ വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് കൊള്ളാം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും നമ്മൾ ഒരാൾ ലൈഫിലേക്ക് വരുമ്പോ ഇയാള് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും നമുക്ക് തോന്നൂലേ? അല്ല, ഏട്ടന്റെ ക്യാരക്ടർ എനിക്ക് അവിടുന്ന് നമുക്ക് എന്താണ് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മീൻസ് ഇവരായിട്ടല്ല, വേറെ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിച്ചായിരുന്നു. പിന്നെ ആ രീതി, സംസാര രീതി, പെരുമാറ്റമൊക്കെ ഇഷ്ടമായിരുന്നു. ചേട്ടന് എപ്പോഴാ തോന്നിയത് ദിവ്യ മതി എന്നുള്ളൊരു ഫീലിംഗ്? അനിയത്തി ചോദിച്ചു, ഞാനിങ്ങനെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു, അവിടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല. എന്നോടും ചോദിച്ചപ്പോ ഞാൻ തമാശ പറയാന്നു ചോദിച്ചു. പിന്നെ മോളോട് ചോദിച്ചു, മോൾ ഓക്കെ പറഞ്ഞു. അതിന് വിശദീകരിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ള ഒരു 8 മാസം? ഹാപ്പി? എന്താണ് നിങ്ങളുടെ ഒരു ജേണി? രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടില് പോവാ, സെറ്റില് പോവാ? ഇല്ല, അങ്ങനെയല്ല. രണ്ടുപേരും 2 സെറ്റാണ്, 2 ഷെഡ്യൂളാണ്. എനിക്ക് ഇടയ്ക്ക് ഹൈദരാബാദ് ഷൂട്ട് വരും, കുഞ്ഞുമോക്ക് വേറെ സ്ഥലത്ത് വർക്ക് വരും. ഇനോഗ്രേഷൻസിന് പോകുന്ന ഉള്ള ടൈം, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന കുറച്ച് സമയം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുമോൾ അതിൽ ബിസി ആയിരിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഔട്ടിലായിരിക്കും. 8 മാസം പോയത് അറിഞ്ഞിട്ടില്ല. ഇത് 8ാമത്തെ മാസം, ഈ മാസം 30-ാം തീയതി ആകുമ്പോൾ 8 മാസം. നമ്മള് ഓൾറെഡി ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് രണ്ടുപേർക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പോരായ്മകളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു മേന്മകളും പറയാൻ പറഞ്ഞു. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പോരായ്മ എന്തായാലും ഇപ്പൊ എനിക്ക് കുറേ പോരായ്മയാണ്, കുറേ കുറ്റവും കുറവും തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നാച്ചുറലി അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന്. പുള്ളിക്കാരുടെ എങ്ങനെ നമ്മൾ സൈലന്റ് ആവേണ്ടടുത്ത് നമ്മൾ സൈലന്റ് ആയാൽ മതി, അപ്പൊ കുഴപ്പമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഏത് നേരം എന്താണ് പൈങ്കിളി കഥ മാതിരി ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുന്നതാണ്. നമ്മൾ കുടുംബമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഏട്ടന് ബിസി ആയിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇതാകുമ്പോൾ ഏട്ടനത് ഇഷ്ടപ്പെടില്ല. ചിലപ്പം ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്ന രീതി ആയിരിക്കില്ല ഏട്ടൻ എടുക്കുന്നത്, ഏട്ടൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ എടുക്കുന്നത്. അപ്പം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അത് ശരിയാവും. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞ ഇപ്പൊ പ്രശ്നം. നമ്മളിപ്പോ ചിരിച്ചാലും പ്രശ്നമാണ്, ചിരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. ഇപ്പൊ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കേണ്ടി വരും. പല ഇന്റർവ്യൂസിലും ഞാൻ ഇങ്ങനെ നോക്കും, കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടത്തൻ. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അത് കോഴിക്കോടാണോ അതോ കുറുക്കനാണോ എന്താണെന്നുള്ളത് അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. കുറുക്കന്റെ കണ്ണ് ഇപ്പോഴും അവിടെ തന്നെ. നിങ്ങളെ പിടിച്ചുപിടിയിരുത്തി എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഇതെന്റെ ഭാര്യയാണ്, ഞാൻ ഇങ്ങനെ നോക്കുള്ളൂ. അല്ലാതെ ചോദ്യം ചോദിക്കും, പറയൂ എന്തൊക്കെയാണ് എന്നൊന്നും ഞാൻ വരത്തില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സൗകര്യം. ചേച്ചിക്ക് അതല്ലേ ഇഷ്ടം? രണ്ടുപേരും റൊമാൻറ്റിക് ആണ്. ഞാൻ റൊമാൻറ്റിക് ഒന്നുമല്ല. ഇപ്പല്ല കണ്ണു കേട്ട പോലെ ഇപ്പൊ അല്ല. എല്ലാവർക്കും തിരക്കുണ്ടല്ലോ, അപ്പൊ അതിനൊന്നും സമയമില്ല. ജീവിതം അങ്ങ് അതിന്റെ വഴിക്ക് പോകണം. ആ സമയം കിട്ടുമ്പോ ആ സംസാരിക്കാം. അല്ലാണ്ട് എപ്പോഴും അങ്ങനെയൊന്നും അല്ല.
ഇല്ല, ഇപ്പൊ ആദ്യം എന്തായാലും ആദ്യം ഉള്ള പോലെ എന്തായാലും ആവില്ല. അത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പൊ സ്നേഹിച്ച് നടക്കുന്ന അതുപോലെയാണ് കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാവില്ല. അല്ല, ഒരു കുട്ടിയായതിനു ശേഷം ഉണ്ടാവുന്ന ലൈഫ് വേറെയല്ലേ. അതങ്ങനെ തന്നെ, നമ്മളിതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു പരസ്പരമുള്ള ഈ understanding യങ് ഇങ്ങനെ ഏജില് മുന്നോട്ട് കാമുകി കാമുകന്മാര് നിനക്ക് വേണ്ടി ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കുന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല ആരും. ആ കൂലിപ്പണി എടുത്താലും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആള് നിന്റെ വീട്ടിൽ നിന്ന് എത്ര സ്ത്രീധനം കിട്ടും ചോദിച്ചുകൊണ്ട് വരുന്ന ആളായിരിക്കും. പിന്നെ എന്തിനാ കൂലിപ്പണി എടുക്കാന്ന് പറഞ്ഞ് അതൊക്കെ ആ സമയത്ത് ഞാൻ അങ്ങ് പറയും എന്നുള്ള ആ ഒരു ടൈപ്പ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണ്. ഇത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കാമുകി കാമുകനായിട്ട് ഞങ്ങൾ അങ്ങനെ പ്രണയിച്ച് കത്ത് കൊടുത്ത് വിളിച്ചിരുന്ന് വീട്ടുകാരെ പറ്റിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇടയ്ക്ക് ആൾക്കാർ ഞാൻ എപ്പോഴും പുള്ളിക്കാരുടെ വീട്ടിൽ, ഞാൻ അങ്ങനെ പോലും എനിക്ക് വീട്ടിൽ പോലും പോകാൻ സമയം കിട്ടാറില്ല. കല്യാണത്തിന് മുന്നേ ഫുൾ ടൈം ഞാൻ പുള്ളിക്കാരുടെ വീട്ടിനകത്തായിരുന്നു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞ കഥയൊക്കെ പരത്താൻ നോക്കിയത്. ഇപ്പോഴേ എനിക്ക് വീട്ടിൽ പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? കാണാൻ പോലും സമയം കിട്ടുന്നില്ലേ? അങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പറയും അതേ നോക്കണോ കിളവന്റെ കൺ. ഇവർക്ക് എന്തിന്റെ അസുഖമാണ്? ഈ പറയുന്നവരാരും നമ്മളെ നേരിട്ട് കണ്ടില്ലല്ലോ. അവര് ഈ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തത്. വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ എങ്ങനെയാണെന്ന് പോലും കണ്ടില്ല. എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഈ ബോർഡിൽ? ബീങ് എ ലോയറിന്റെ ബോർഡിന്റെ താഴെ അങ്ങനെ നമ്പർ വെക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ക്ലയൻസിനെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ ലീഗൽ സൈഡിൽ അതങ്ങനെയാണ്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് വെച്ചേ ഉള്ളൂ. അല്ലാതെ എന്നാലും കമന്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് നോക്കിയോ നമ്പർ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചാൽ. ഇപ്പോഴും പല ആൾക്കാരും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എനിക്ക് ലീഗൽ ഹെൽപ്പ് വേണം എന്ന് ചോദിക്കുന്നത് ഞാൻ തിരിച്ചു വിളിക്കാം. മാക്സിമം ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്, മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലേക്ക്. ചേട്ടനെ തന്നെ അറിയാം, ഇപ്പോൾ ആളുകൾ ഈ കമന്റ് ചെയ്യുന്നത് ഹീസ് ടു ഓൾഡ് ഫോർ ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചേട്ടന് എന്താ തോന്നാറ്? അതൊരു കോൺഫിഡൻസ് ആയിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോട്ടെ, ഇത് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാനുള്ള ഒരു കമന്റ് ആ രീതിയിൽ നോക്കാറുണ്ട്? അവർ പറയുന്നത് സെക്ഷൽ ഇൻകേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കൂടെ കിടന്നവരായിരിക്കണം. അല്ലല്ലോ, അല്ല. സ്പെഷ്യലി ആണുങ്ങൾ അങ്ങനെ കമന്റ് അടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഗേ അല്ല. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാനല്ല, ഞാൻ സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ലേഡീസ് ആണ് അങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അപ്പോൾ അവരങ്ങനെ പറയുന്നത് ബേസ്ലെസ് ആണ്. അവർ പറഞ്ഞിട്ട് പോട്ടെ. കാരണം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല. Okay, if she has a complaint, she will come and tell me. She will not go and post it on social media. At least അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇനി സോഷ്യൽ മീഡിയയിൽ ഇടണോ ഇട്ടോളെ, കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ പോയി പറയണമെങ്കിൽ പറയാം, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ആലോചിച്ചു. ഹാവ് യു എവർ ട്രൈഡ് സ്ക്രാച്ചിങ് യുവർ ബാക്ക്? മുതുക് ചൊറിയാൻ നോക്കിയിട്ടുണ്ടോ? അതിപ്പോൾ എല്ലാവരും ചെയ്യൂലേ? ശരി, മുതുക് ചൊറിയുമ്പോൾ ചില സ്ഥലങ്ങൾ എത്തില്ല അല്ലേ? എവിടെയോ നമ്മുടെ ബോഡി സ്ട്രക്ചർ തന്നെ പറയുന്നുണ്ട് പട്ടിക്ക് എവിടെ വേണമെങ്കിലും അതിന് ചൊറിയാൻ പറ്റും, കഴുത്ത് കൈ കാലൊക്കെ ചെയ്യാൻ പറ്റും. മനുഷ്യൻ അങ്ങനെ പറ്റില്ല. എവിടെയോ നേച്ചർ ഇസ് ട്രൈങ് ടു ടെൽ യു ദാറ്റ് ഒരാൾ വേണം ആ എത്താത്ത സ്ഥലത്തൊന്നും ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും. ഇങ്ങനെ ചൊറിയാനല്ല, ശരിക്കും അല്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിംബയോട്ടിക് ആനിമലായിട്ട് വേണം നമ്മളെ കാണാൻ. നമുക്ക് ചില നീഡ്സ് ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈഫ് ഉള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പറയുന്നത് അത്രയ്ക്ക് ദൃഢമായിട്ട് നിശ്ചയിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാട് തന്നെയാണ്. യു ഹാവ് ടു ഹാവ് സമ്മൺ. ഈ ആളുകൾ ഈ നിറത്തിന്റെ പേരിലും ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് വണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചിരിച്ചിതാക്കും, പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം. എൻ്റെ അടുത്ത് കമന്റില്ലേ വെട്ടാൻ വെച്ച പോത്തിനെ മാതിരി ആയല്ലോ വീർത്തിട്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആ കമന്റ് ചെയ്ത ആള് ആരായാലും, ഞാൻ പേര് ഞാൻ ഓർക്കുന്നില്ല, വെട്ടാൻ പോകുന്ന പോത്ത് എന്ന് പറയും. ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയോ ചേച്ചിയോ അങ്ങനെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നേരെ അറവശാലയെ കൊണ്ട് അറക്കാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും വണ്ണം വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ഒരുപാട് സ്ത്രീകൾ തന്നെയുണ്ട് സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ അവരങ്ങനെയാണോ ചെയ്യുന്നത്? അവരെല്ലാവരും ഐശ്വര്യ റായ് ആയിരുന്നോ? കമന്റ് ചെയ്യുന്ന എല്ലാവരും ഐശ്വര്യ റായ് ആണോ? ഐശ്വര്യ റായോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽ ബി ഇൻസെക്യൂർ പലപ്പോഴും. ബിക്കോസ് അവരെക്കാളും ഭംഗിയുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവർ കോമ്പറ്റീഷന് പോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഐശ്വര്യ റായ് എന്നറിയാം. അതിനേക്കാളും സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട്, അവരെക്കാളും മെലിഞ്ഞവർ എത്രയോ പേരുണ്ട്. ഈ പറയുന്ന വെയിറ്റ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ അനങ്ങിയോ അനങ്ങിയിലെ അങ്ങനെ പറ്റിയോ ഇങ്ങനെ പറ്റിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ആരും എൻ്റെ ലൈഫിന് എനിക്ക് ആഹാരം വാങ്ങിച്ചു തരുന്നില്ല,
ഞാൻ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നില്ല, അവരുടെ അടുത്ത് ചോദിച്ചിട്ടല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. എൻ്റെ ലൈഫാണ്, ഞാൻ എൻജോയ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യും. പിന്നെ എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, താടി നീളം കൂടുതലാന്ന് പറയുന്ന, കിളവനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പറയട്ടെ, സോ വാട്ട്? കോംപ്ലിമെന്റ് ആയിട്ടാണോ എടുക്കാറ്? അല്ല, ഞാൻ അങ്ങനെ എടുക്കാറേ ഇല്ല. കണ്ടവന്റെ ഒക്കെ ഞാൻ എന്തിനാ എടുക്കണം കമന്റ്? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് പറയണത് കേട്ടിട്ട് ഞാൻ അനങ്ങില്ല. ഓക്കെ, മേ ബി ഫീമെയിൽ സൈക്കിയിൽ നിങ്ങൾക്ക് അങ്ങനെ വിഷമം ഉണ്ടാവാം, വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. സോ വാട്ട്? വണ്ണം ഉണ്ട്, ഓക്കെ, അവരുടെ വീട്ടിൽ നിന്നാണ് നമ്മളതില്ലേ അക്സെപ്റ്റ് ചെയ്താൽ പോലെ. അപ്പൊ ഞാൻ പറയാം വണ്ണം ഉണ്ടാവുന്ന ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ വീണ്ടും അതിന്റെ ഇതില് പക്ഷെ ട്രൈ ചെയ്തൂടെ വണ്ണം കുറക്കാൻ? അങ്ങനെ പറയുന്ന ആളുകൾ ഇത് പറയുന്ന അറിഞ്ഞൂടെ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി. ശരി, ഇപ്പൊ യു ടെൽ മീ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് പറയും വണ്ണം കൂടുതലാന്ന് പറയും. ചേട്ടൻ ഭയങ്കര വണ്ണം കൂടുതൽ. പക്ഷെ എന്റെ അടുത്ത് ഇതുപോലെ അല്ല കേട്ടോ, എന്റെ അടുത്ത് ഭയങ്കര ഹാർഷായിട്ടൊക്കെ. ഹാർഷായിട്ട് പറയും. താടിയുടെ കാര്യം പറയും. വണ്ണം വേണ്ട, താടി ഹാർഷായിട്ട് താടിയുടെ കാര്യം പറയും. ചേട്ടൻ ഈ താടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടെ? ഞാനത് കഷ്ടപ്പെട്ടു. താടി അല്ല, എനിക്കിഷ്ടത്തിന് ഞാൻ വളർത്തിയത് അത്രയും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓപ്പണിംഗ് ഇല്ല. ഞാൻ അഫക്റ്റഡ് ആയാൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഇപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ പറയുന്ന ആള് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, അവർക്ക് ഒരു വണ്ണവും അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആളാണോ, അവരങ്ങനെ ഒരു ട്രെയിനറാണോ എന്നാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് പറയാം. ഇത് അവർക്ക് നടക്കാൻ പറ്റാണ്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ കട്ടവരൽ കാണാത്ത രീതിയിൽ വയറും വെച്ചു നടക്കുന്ന ആളായിരിക്കും ഈ പറയുന്നത്. എനിക്ക് എഫക്റ്റ് ആവുന്ന എവിടെയാന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്താലും ചോദിച്ചാൽ വേറെ ആര് പറഞ്ഞാലും എനിക്ക് എഫക്റ്റ് ആവില്ല. ബട്ട് കുഞ്ഞുമോള് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ പറയുകയാണെങ്കിൽ, എൻ്റെ ചേച്ചിയോ അനിയത്തിയോ പറയുകയാണെങ്കിൽ, അച്ഛൻ പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാണ്ട് എഫക്റ്റഡ് ആവും. കാരണം അവരെൻ്റെ ലൈഫിന്റെ ഭാഗമാണ്. നാട്ടുകാർ പറയണതിന് ഐ ടു റൂട്ട്സ്. ഇങ്ങനെ പറയില്ല, ഈ ബ്രൗൺ ഫാമിലീസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ബ്രൗൺ ഫാമിലീസിലെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബോഡി ഷേമിങ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വീഡിയോസ് ആയാലും ഈ ന്യൂസ് ആർട്ടിക്കിൾസ് ആയാലും പറയുന്നത് അങ്ങനെയാണ്. ഈ ബ്രൗൺ ഫാമിലീസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ. അതറിയില്ല. ഈ റിസർച്ചിന്റെ മെത്തഡോളജി ഞാൻ പറഞ്ഞു തരാം. ഒരു സാമ്പിൾ ഗ്രൂപ്പ് 100 പേരോ അല്ലെങ്കിൽ 50 പേരോ, അതാണ് ഈ റിസർച്ച്. ഇറ്റ് നീഡ് നോട്ട് ബി ട്രൂ അറ്റ് ഓൾ. ഒരു കാലത്ത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞാൽ അതേ റിസർച്ച് ഗ്രൂപ്പ് തന്നെ പിന്നെ റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു പാം ഓയിൽ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാർ പാം ഓയിൽ കഴിക്കാൻ പാടില്ല, കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പാല് പോലെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ഇപ്പോഴും മെഷർ ചെയ്യുന്ന പ്രഷർ, സിസ്റ്റലിക് ആൻഡ് ഡയസ്റ്റലിക് പ്രഷർ 120/80 എന്ന് പറയുന്നത് UK ജീവിച്ചിരുന്ന വേറെ ഒരു റേസ്, വേറൊരു ടെമ്പറേച്ചറിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആവറേജ് പ്രഷറാണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഓരോന്ന് റിസൾട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ല ഞാൻ പറയുന്നത് ശരിക്കും ഈ വീട്ടിലിങ്ങനെ പിള്ളേരെ ബോഡി ഷെയിം ചെയ്യുന്നതും കളർ ഇതാക്കുന്നതും ഒക്കെ ഉണ്ട്. പണ്ട് നമ്മൾ അമ്മമാർ തന്നെ പറയില്ലേ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുമ്പോൾ, ആ രീതിയിലൊക്കെ. പ്രത്യേകിച്ച് ഈ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വീടുകളിലുള്ള ഒരു ബോഡി ഷെയിമിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുറത്തുള്ള ആൾക്കാർ പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആഹാരം കഴിച്ചാൽ ശരിയാവില്ല, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കേട്ട് വിഷമമായിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല, വീട്ടുകാർ പറഞ്ഞാൽ എനിക്ക് വിഷമം. നാട്ടുകാർ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ 2000, പുള്ളിക്കാരി ഇട്ട 2 മില്യൺ. അത് പണ്ടത്തെ റൂളാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം, ബിക്കോസ് ദേ ആർ സ്ട്രെയിറ്റ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കാണാൻ പാടുള്ളൂ, ബിക്കോസ് ദേ വോണ്ട് ടു നോ വാട്ട് ഇസ് ദി ന്യൂ ട്രെൻഡ്. ആണുങ്ങൾക്ക് ആണുങ്ങൾ ഇഷ്ടമേ അല്ല, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ വൃത്തികേടാണ്. സോ ഈ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏതൊരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടാലും ആൾക്കാർ നോക്കും, ഏതൊരു പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും ആൾക്കാർ നോക്കും. ഒരാൺ ഒറ്റയ്ക്ക് കരഞ്ഞൊറ്റയ്ക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് വേറെ പണിയില്ലടാ എന്നായിരിക്കും ആദ്യത്തെ കമന്റ്. ഒരു പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ മോളെ ടിഷ്യൂ പേപ്പർ വേണോ, കർച്ചീഫ് വേണോ, ടവല് വേണോ. സോ ദിസ് ഇസ് ദെയർ എത്രയോ കാലമായിട്ടുള്ളത്. എന്നാൽ പോലും ഞാൻ പറയണം, നാട്ടുകാർ എൻ്റെ അടുത്ത് ഇനി ജീവിതത്തിൽ ഇവനെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, ഇവനെ എടുത്ത് പുറത്താക്കണം അല്ലെങ്കിൽ നാട് നീക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ നാട് വിട്ടു പോകും. പക്ഷെ എൻ്റെ അടുത്ത് ദ നിയർ ഫാമിലി, അച്ഛൻ, അമ്മ, കുഞ്ഞുമോള്, ചേച്ചി, അനിയത്തി, ചിലപ്പോൾ ഒരു ദിവസം സംസാരിക്കാതിരുന്നാൽ ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ ഉണ്ടാവില്ല. അത്രയ്ക്കേ ഉള്ളൂ ഞാൻ. അത്രയ്ക്കാണ് എനിക്ക് ഇവരെ വാല്യൂ ഉള്ളത്. അത് പ്രോബബ്ലി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. മേ ബി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ അങ്ങനെ ആയിരുന്നു എന്ന്. എനിക്ക് അങ്ങനെ ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരുടെ കാര്യത്തിൽ എനിക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ അയച്ചു തരാം, നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുക,
ഞാൻ പഠിച്ച ആർട്സ് കോളേജിൽ നല്ല ഭാഷയുണ്ട്, അതൊക്കെ കേൾപ്പിച്ചു തരാം. ആർട്സ് കോളേജ് മാത്രമല്ല, ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ എല്ലാ ലെവലിലുള്ള ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏത് നാട്ടിൽ എന്ത് ഭാഷയിൽ വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, നോ പ്രോബ്ലം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.